കേരളത്തിലെ SIR നടപടികൾക്കെതിരായ ഹർജികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ്. കേരളത്തിന്റെ ഹർജികൾ ബുധനാഴ്ച സുപ്രീം കോടതി പ്രത്യേകം പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ ഇന്ന് ഹാജരാകാത്തത് കേസ് നീട്ടിക്കൊണ്ടുപോകാനാണെന്ന് മുസ്ലിം ലീഗിനു വേണ്ടി ഹാജരായ ഹാരിസ് ബീരാൻ ആരോപിച്ചു. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേരളത്തിന്റെ SIR നടപടികൾക്കെതിരായ ഹർജികൾ പരിഗണിച്ചത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ കേരളത്തിലെ ഹർജികൾ ബുധനാഴ്ച പ്രത്യേകം പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ ഹാജരാകാത്തത് കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തോടെയെന്ന് അഭിഭാഷകൻ ഹാരിസ് ബീരാൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ നിന്ന് വിട്ടുനിന്നത് തന്നെയാണ്, മാറി നിന്നത് തന്നെയായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെറ്റീഷൻ ഉത്തരം പറയേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും ഇടക്കാല ഉത്തരവ് വന്നാലോ എന്നുള്ള ഒരു ചിലപ്പോൾ ഒരു തോന്നലിൽ നിന്നാകാം ഒരു 4 ദിവസം 5 ദിവസം കൂടിയാണ് ഡിലേ വരികയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാദം ഉന്നയിക്കാം എന്നുള്ള ഒരു സംഗതിയും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഉണ്ടാകാം. കേരളം ഉന്നയിച്ച വിഷയം ഗൗരവമുള്ളതാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമായതായി മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. എന്തായാലും സർക്കാരിന്റെ നിലപാട് അത് പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ടാകാം കേരളത്തിന്റെ ഹർജി മാത്രം വീണ്ടും പരിഗണിക്കാൻ 26-ന് പരിഗണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് പുറമെ CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPI പാർട്ടികളാണ് SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. മീഡിയ 1, ഡൽഹി.